welcome back to another video of X and Y Learning. So this is our NSMC preparation series. NSMC, that is National Science and Math Championship exam conducted by X and Y Learning in collaboration with the Hindu in School. So നിങ്ങളെല്ലാവരും NSMCക്ക് പ്രിപ്പയർ ചെയ്ത ആൾക്കാരല്ലേ? അല്ലാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ കുറച്ച് വീഡിയോസ് കണ്ടു. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇന്റിജേഴ്സ്. ഓക്കെ, സോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യും ആൻഡ് സിമിലർലി അതിനെ അറിഞ്ഞിരിക്കേണ്ട ആ ഒരു കണ്ടന്റ് കൂടെ അതിന്റെ കൂടെ പറയും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് ടു ഇന്റിജേഴ്സ്. സോ ഇന്റിജേഴ്സ് എന്താ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഇന്റിജേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞുതരാം. ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്താ 1 2 3 4 അങ്ങനെ പോകുന്നത്. ഓക്കെ, ഹോൾ നമ്പേഴ്സ് എന്താ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? 0 1 2 3 4 എന്ന് പോകുന്നതാണ് ഹോൾ നമ്പേഴ്സ്. അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്? അത് കഴിഞ്ഞിട്ടാണ് ഇന്റിജേഴ്സ് വരുന്നത്. ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ 1 2 3 4 0 ഒക്കെ ഉണ്ട്, പക്ഷെ എന്തുകൊണ്ട് അതിന്റെ നെഗറ്റീവ് നമ്പേഴ്സും വരും. ഓക്കെ, സോ ഓക്കെ, നമുക്ക് വൃത്തിയിലൊന്നും കൂടെ വരയ്ക്കാം. യെസ്, സോ ഇതാണ് എൻ്റെ ലൈൻ. ഓക്കെ, ഇനി ഇതാണ് 0. ഓക്കെ, ഇതാണ് 0, ഇതാണ് എൻ്റെ നമ്പർ ലൈൻ. ഇതാണ് 0 ആൻഡ് ദെൻ ദിസ് ഇസ് 1 2 ഇങ്ങനെയല്ലേ നമ്പർ ലൈൻ ഉണ്ടാവുക. 2 3 4 ഇങ്ങനെ എക്സെട്ര അങ്ങോട്ട് 5 6 7 അങ്ങോട്ട്. ഇനി നെഗറ്റീവ് നമ്പേഴ്സ് എങ്ങോട്ടാ വരാ? ഇതിന്റെ ഇപ്പുറത്തേക്ക് അല്ലെ? 0 കഴിഞ്ഞ് ഇങ്ങോട്ടേക്കാണ് വരാ. ഏത് തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുക? -1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. -1 -2 -3 -4 അങ്ങനെ അല്ലെ? അങ്ങനെ അങ്ങോട്ടും പോകും. ഓക്കെ, ഇങ്ങനെയാണ്. ഇതാണ് ഇന്റിജേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, യെസ്, അങ്ങനെയാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സം ഓഫ് ടു ഇന്റിജേഴ്സ് ഇസ് -57. If one of them is 31, then the other one is. സോ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അതിന് ഞാൻ എന്നും ബിന്നും ജസ്റ്റ് പറയാണ്. എന്നും ബി ഏതാ നമ്പേഴ്സ് നമുക്കറിയില്ല, എയും ബിയും ആണ്. അതിനെ ആഡ് ചെയ്തല്ലേ അതിന്റെ സമ്മ് a plus b is equal to -57 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ സമ്മ് -57 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? If one of them is 31, then the other one is എന്നാണ്. സോ ആദ്യം പറഞ്ഞു രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ -57 എന്ന് വരും. രണ്ട് ഇന്റിജേഴ്സ്. ഓക്കെ, രണ്ട് ഇന്റിജേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -57 എന്ന് വരും. അത് കഴിഞ്ഞ് പറയുന്നത് ഇതിലൊരു നമ്പർ 31 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ഏതായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ, സപ്പോസ് എ എന്താണ് 31 ആണെന്ന് വിചാരിക്കുക. 31 പ്ലസ് ഈ ഒരു നമ്പർ ഇസ് ഈക്വൽ ടു -57. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്തായിരിക്കും? ആ ഒരു അടുത്ത നമ്പർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എങ്ങനെ നമുക്ക് കാണാൻ പറ്റുക? എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം രണ്ട് നമ്പേഴ്സ്, ഇപ്പൊ നമ്മൾ 5ഉം 3ഉം 5 + 3 ചെയ്താലാണ് 8 വരിക. അങ്ങനെയാണെങ്കിൽ ഈ 3 തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അവിടെ 3 തന്നിട്ടില്ല. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഈ 5 + ഒരു നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 8 വരും. 5 + ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 വരും. അങ്ങനെയാണെങ്കിൽ ആ ഒരു നമ്പർ എന്താന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മൾ ചെയ്യാം. 8 - 5 വരും അല്ലേ? 8 - 5 ചെയ്തേ. 8 - 5 എന്ന് ചെയ്താൽ 3 എന്ന് വരും. കണ്ടില്ലേ? യെസ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എന്ത് നമ്മൾ ചെയ്താൽ മതി? ഏത് നമ്പറാണ് നമുക്ക് കിട്ടിയത് അല്ലെ? സമ്മായി കിട്ടിയത് -57 ആണ്. അതിന് എന്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി? ഈ 31നെ സബ്ട്രാക്ട് ചെയ്താൽ മതി. -57 - 31 നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ ആൻസർ വരിക? ഇങ്ങനെ രണ്ട് നെഗറ്റീവ് നമ്പറുകളാണ് നമ്മൾ, അതായത് -57 -31 അല്ലെ? രണ്ടും നെഗറ്റീവ് ആണ്. -57 -31 എന്ന് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഇവരെ ആഡ് ചെയ്യാം. 57 + 31 ചെയ്യാം. 57 + 31 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ 8 എന്ന് വരും. 88 എന്ന് എഴുതാം. എന്നിട്ട് എന്തെഴുതാ? രണ്ട് നമ്പേഴ്സിനെയും കൂടെ മൈനസ് വന്നതുകൊണ്ട് മൈനസ് എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയും വേണേ കാണാം. ഞാൻ പറഞ്ഞു -57 മൈനസ് ചെയ്യണം. എന്തിനെ? 31നെ അല്ലെ? 31 പോസിറ്റീവ് ആയിരുന്നു. ഓക്കെ, 31 പോസിറ്റീവ്. ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റിൽ ഇട്ടു. ഇനി ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് വരുമ്പോൾ എന്താണ് ആവുക? നെഗറ്റീവ് തന്നെയാണ് ആവുക. സോ ഇത് തന്നെയാണ് ആവുക. ഇതിലേക്ക് തന്നെ പോകും. അതായത് -57 ബ്രാക്കറ്റിന്റെ പുറത്ത് 31 പോസിറ്റീവ് ആണ്, പക്ഷെ അതിന്റെ പുറത്തൊരു നെഗറ്റീവ് ഉണ്ടല്ലേ? അതിന് പുറത്ത് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അത് നെഗറ്റീവ് തന്നെയാവും. -31 എന്നാവും. അങ്ങനെയാണ് ഇത് ഈ ഒരു സ്റ്റെപ്പിലേക്ക് വന്നത്. പെട്ടെന്ന് എഴുതിയതാണ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ട് നെഗറ്റീവ് നമ്പറുകളാണ് ഇങ്ങനെ വന്നത്. -57 -31 വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് നമ്പേഴ്സിനെ മാറി ആഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു നെഗറ്റീവിന്റെ സൈനും കൂടെ ഇട്ട് കൊടുക്കുക. സോ നമ്മുടെ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is the smallest? ഇതിൽ ഏതാണ് ഏറ്റവും ചെറുത്? സ്മോളസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, -23 0 63 -1. ഓക്കെ, 63 വലുതാണ്, അത് നമുക്കറിയാം, അതിൽ കുഴപ്പമില്ല. പിന്നെ 0 ഉണ്ട്, -23 ഉണ്ട്, -1 ഉണ്ട്. നമ്മൾ എങ്ങനെയാ നോക്കുക? നമ്മളിപ്പോ നേരത്തെ ഈ ഒരു നമ്പർ ലൈൻ കണ്ടു. നമ്പർ ലൈനിൽ 0 ഇവിടെയാണ് വരുന്നത് അല്ലെ? 0 ഇവിടെയാണ് വരുന്നത്. പിന്നെ എന്താണ്? -1 അതിന് തൊട്ട് താഴെയായിട്ടാണ്. -1 അതിന് തൊട്ട് ലെഫ്റ്റിലേക്കാണ് വന്നത്. ഇനി -23 എവിടെ വരിക? ഇത് കുറച്ചും കൂടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോവും. എന്നിട്ട് -23 ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വരും അല്ലെ? യെസ്, -23 ഇവിടെ വരും. അപ്പൊ ഏതാണ് ഏറ്റവും ചെറുത്? -23 ആയിരിക്കും ഏറ്റവും ചെറുത്. ഓക്കെ,
നമുക്കറിയാം ഇപ്പം 23യും ഓക്കെ 0ന്റെ ഇപ്പുറത്തേക്കുള്ള നമ്പേഴ്സ് ഒക്കെ ബിഗർ ആണ് നമുക്കറിയാം. 1 2 3 അതിങ്ങനെ കൂടി പോവാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും കൂടുകയാണ് ചെയ്യുന്നത്. -4 ബിഗർ ആണ് -3, -3 ബിഗർ ആണ് -2, -2 ബിഗർ ആണ് -1, അതിനെക്കാട്ടി ബിഗർ ആണ് 0. ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? ബിഗർ ആയി പോവല്ലേ, 1 2 3 ബിഗർ ആയി പോവാണ്. അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ നമ്പർ ലൈനിലും നമ്മൾ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ബിഗർ ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. സോ -23 -1 ഇവിടെയാണ്, 0 ഇവിടെയാണ്, -1 ഇവിടെയാണ്, അതിനും കുറെ ബാക്കിലാണ് -23 ഉള്ളത്. സോ -23 ആണ് ഏറ്റവും ചെറുതായിട്ട് വരിക. ഓക്കെ, സോ -23 is the smallest. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമിലർ ടു നമ്മൾ ഫസ്റ്റ് കണ്ട സിമിലർ ക്വസ്റ്റ്യൻ പോലെ തന്നെ. സം ഓഫ് ടു ഇൻഡിജേഴ്സ് ഇസ് -45 ഇഫ് വൺ ഓഫ് ദം ഇസ് 20 ദെൻ ദി അതർ വൺ ഇസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ രണ്ട് സെയിം അതുപോലെ തന്നെ രണ്ട് നമ്പേഴ്സ് ആയ A+B ഞാൻ ജസ്റ്റ് എഴുതാണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -45 ആണ് വരേണ്ടത്. പിന്നെ പറഞ്ഞു ഇതിൽ ഒരു നമ്പർ 20 ആണ്. സോ സപ്പോസ് A ആണെന്ന് വിചാരിക്കാം, 20 ആണ് ഒരു നമ്പർ, 20 പ്ലസ് ഏതെങ്കിലും ഒരു നമ്പർ B ഏതാ നമുക്കറിയില്ല, അതിന് ചെയ്ത് കഴിഞ്ഞാൽ -45 വരും. സോ നമ്മൾ എങ്ങനെയാ ബീനെ കാണാ? നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താണ്, -45 നിന്ന് നമ്മൾ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ഈ 20യെ സബ്ട്രാക്ട് ചെയ്യണം. -45 നിന്ന് 20 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഏത് രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ടാണ് -45 വന്നത് അല്ലേ. യെസ്, അപ്പം ഇതെങ്ങനെയാ ചെയ്യാ? -45 പുറത്ത് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ +20 ഉണ്ട്, പുറത്തൊരു നെഗറ്റീവ് സൈൻ ഉണ്ട്. സോ അത് പുറത്തേക്ക് വരുമ്പോൾ -20 എന്ന് വരും. സോ ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടതുപോലെ തന്നെ രണ്ടിന്റെ കൂടി നെഗറ്റീവുകളാണ് ഉള്ളത്. സോ നമ്മൾ ആദ്യം അതിന് ആഡ് ചെയ്യുക, 45 + 20 ചെയ്യുക. എത്ര വരിക? 6 എന്ന് വന്നു. സോ 65 എന്ന് വന്നു. സോ എന്താണ് 65 ആണോ ആൻസർ? അല്ല, ഈ ഒരു നെഗറ്റീവും കൂടെ ഇട്ട് കൊടുക്കണം. സോ -65 എന്ന് നമുക്ക് ആൻസർ വരും. സോ സിമിലർ കൈൻഡ് ആണ് ഇതൊക്കെ. PYQ ക്വസ്റ്റ്യൻസും ആ ഒരു PYQ മോഡൽ ക്വസ്റ്റ്യനുകളാണ് കേട്ടോ NSMCയുടെ. യെസ്, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്മോളസ്റ്റ്? വീണ്ടും ഇതിൽ ഏതാണ് ചെറുത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. -12 11 0 -8 ഏതാ വരിക? 0യോ 11 അല്ല, 11 ഏറ്റവും ബിഗ്ഗസ്റ്റ് ആണ്. 11 നമ്മൾ നമ്പർ ലൈൻ ആലോചിച്ചാൽ മതി. നമ്പർ ലൈൻ ഇങ്ങനെ നോക്കുക. ഓക്കെ, 0 ഇവിടെയാണ്, 11 ഓൾമോസ്റ്റ് ഇവിടെ ആയിരിക്കും വരിക. ദെൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം -1 -2 -3 ഇങ്ങനെ പോയി -8 എത്തും. അതും കഴിഞ്ഞ് വീണ്ടും പോകണം -9 -10 ഇങ്ങനെ പോയി കഴിഞ്ഞാലാണ് -12ലേക്ക് നമ്മൾ എത്തുക. അപ്പൊ ആരാണ് ഏറ്റവും ലാസ്റ്റിലുള്ളത്? -12 ആണുള്ളത്. നമ്മൾ എന്താ നോക്കേണ്ടത്? നമ്മുടെ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഏത് നമ്പർ? നമുക്കറിയാം ഇങ്ങോട്ട് വരുമ്പോഴാണ് ബിഗ്ഗർ നമ്പർ ആയി വരുന്നത്. സോ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ നമ്പർ ആണ്. സോ -12 എന്താണ്? ഏറ്റവും ചെറുതായിരിക്കണം അല്ലെ. നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്കെയിലൊക്കെ നമ്മൾ നോക്കൂലേ, 1 2 ഇവിടേക്കാണ് ബിഗ്ഗർ നമ്പേഴ്സ്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് ബിഗ്ഗർ നമ്പേഴ്സിലേക്ക് വരുന്നത്. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ നമ്പർ ലൈൻ വരച്ച് നോക്കുക. എന്നിട്ട് ഏത് നമ്പർ ആണ് അവിടെ ലാസ്റ്റ് നിൽക്കുന്നത്? -12 അല്ലെ ലാസ്റ്റ് ഉണ്ടാവുക. സോ -12 ആയിരിക്കണം നമ്മുടെ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ബിഗ്ഗർ നമ്പേഴ്സ് ഇങ്ങോട്ട് വരുമ്പോഴാണ്. സോ -12നെ കാട്ടി ബിഗ്ഗർ ആണ് -8, -8നെ കാട്ടി ബിഗ്ഗർ ആണ് 0, 0നെ കാട്ടി ബിഗ്ഗർ ആണ് 11. ഓക്കെ, സോ -12 is the correct answer. Next question. Sum of two integers is -35 if one of them is 15 the other one is. നമ്മൾ കണ്ട അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെ. യെസ്, രണ്ട് നമ്പറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -35 ആണ് വരുന്നത്. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് 15 ആണെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞ് ഞാനിപ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിക്കേണ്ട B ആണ് കണ്ടെത്തുന്നത്. ഞാൻ ഇതിന് സപ്പോസ് A എനിക്കറിയില്ല, B 15 ആണെന്നാണ് അറിയുന്നത് വിചാരിക്കുക. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് 15 ആണ് തന്നിട്ടുണ്ട്, -35. അങ്ങനെയാണെങ്കിൽ മറ്റേ നമ്പർ എന്തായിരിക്കും? ഇങ്ങനെ നമ്മൾ കാണാം, -35 - ഈ 15 നമ്മൾ ചെയ്യണം. സോ -35 ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് വരുമ്പോൾ +55 -55 ആവും. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 35 + 15 ചെയ്ത് നോക്കുക. 35 + 15 ചെയ്താൽ 10 4 50 എന്ന് വരും. 50 എഴുതുക, ഈ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. സോ -50 ആണ് റൈറ്റ് ആൻസർ. ദാറ്റ് ഇസ് C ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. യെസ്, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല അല്ലെ. യെസ്, ഇതും സെയിം കൈൻഡ് തന്നെ. ഇത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സം ഓഫ് ടു ഇൻഡിജേഴ്സ് ഇസ് -73 ഇഫ് വൺ ഓഫ് ദം ഇസ് 20 then the other one is. സോ രണ്ട് നമ്പറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -73 വരുന്നുണ്ട്. അത് ഞാൻ ഡാഷ് നിട്ട് വെച്ചത്, അത് നമ്പർ നമുക്ക് അറിയില്ല. പിന്നെ പറഞ്ഞു ഇതിൽ ഒരു നമ്പർ 20 ആണ്, ഒരു നമ്പർ 20 ആണ്. ഓക്കെ, ഒരു നമ്പർ 20 ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ ആ ഒരു മറ്റേ നമ്പർ എന്തായിരിക്കും? നമ്മൾ സം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത മറ്റേ നമ്പർ, നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? യെസ്, നമ്മൾ എങ്ങനെയാ കാണുക? അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു അല്ലെ, നമുക്ക് അൺനോൺ എന്ന് എഴുതാം, അറിയാത്തത്. അൺനോൺ ഇസ് ഈക്വൽ ടു -73
മൈനസ് ഈ ഒരു 20 അല്ലേ, ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു 20. നമ്മൾ നേരത്തെ 3+5 ചെയ്താൽ 8 വരുന്ന പറഞ്ഞ പോലെ അതേ സംഭവമാണ് ഇവിടെ ചെയ്തിരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു -73. 20 എന്താണ്, +20 പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവും, -20. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആഡ് ചെയ്യുക, ആ ഒരു സൈൻ ഇട്ട് കൊടുക്കുക. 73 + 20 ചെയ്താൽ എന്താ വരിക, 73 + 20 3 93 എന്ന് വരും. ആൻഡ് ആ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക, ദാറ്റ് ഇസ് -93 ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ കിട്ടിയോ, പോസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് തന്നെ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. യെസ്, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ്? ഇപ്പൊ നേരത്തെ ഒക്കെ നമ്മൾ കണ്ടത് സ്മോളസ്റ്റ് ഏതാണെന്നാണ്, ഇനി ഇതിൽ ചോദിച്ചിരിക്കുന്നത് ലാർജസ്റ്റ് ഏതാണെന്നാണ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്, -23, 0, 1, -1. ഓക്കെ, സോ നമുക്കറിയാം നെഗറ്റീവ് നമ്പറുകൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നെഗറ്റീവ് നമ്പറുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും സീറോനെക്കാട്ടും ചെറുതായിരിക്കും അല്ലേ, നമ്മുടെ നമ്പർ ലൈനിൽ നമ്മൾ കണ്ടതല്ലേ. നമ്പർ ലൈനിൽ 0 ഇവിടെയാണ്, എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും ഇങ്ങോട്ടാണ് വരുന്നത്, അതായത് സീറോനെക്കാട്ടും ചെറുതാണ്. ഇങ്ങോട്ടുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും, ഇങ്ങോട്ടുള്ള നമ്പേഴ്സ് ആണ് കൂടി പോകുന്നത് അല്ലെ, ഇങ്ങനെ കൂടി വരികയാണ്. അപ്പൊ സീറോനെക്കാട്ടി ചെറുതാണല്ലോ ഈ ഭാഗത്തേക്കുള്ള എല്ലാ നമ്പേഴ്സും. യെസ്, സോറി, ഈ ഭാഗത്തേക്ക് കേട്ടോ, ഞാൻ ഇങ്ങനെ ഓക്കെ, ഇങ്ങോട്ടേക്കുള്ളത് ഈ ഭാഗത്തേക്കുള്ള എല്ലാ നമ്പേഴ്സും എന്താണ്, സീറോനെക്കാളും ചെറുതാണ്. ഇങ്ങോട്ടുള്ള എല്ലാ നമ്പേഴ്സും സീറോനെക്കാട്ടി വലുതാണ്, നമുക്കറിയാം അല്ലെ, നമ്മുടെ സാധാരണ നമ്പേഴ്സ് പോലെ. നെഗറ്റീവ് നമ്പറുകൾ എന്താണ്, ഏത് നെഗറ്റീവ് നമ്പർ ആണെങ്കിലും അത് സീറോനെക്കാട്ടും ചെറുതായിരിക്കും. സോ 0 വന്നിട്ടുണ്ട്, അപ്പൊ എന്തായാലും -23 അല്ല, -1 അല്ല, അത് എന്തായാലും സീറോനെക്കാട്ടും ചെറുതാണ്. ഇനി സീറോനെക്കാട്ടി വലുതായിട്ട് ഇവിടെ ഒരു നമ്പർ ഉണ്ടല്ലോ, 1 ഉണ്ട്. സോ ഏതാണ് ബിഗ്ഗസ്റ്റ്, ലാർജസ്റ്റ് ഏതാണ്, 1 ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഇതിൽ ഏതാണ് ഏറ്റവും ചെറുത്, ഏറ്റവും ചെറുതാരാ, -23 ആണ് അല്ലെ. ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ ആയിരിക്കും -23 വരിക. യെസ്, -1 ഏകദേശം ഇവിടെ വരുമായിരിക്കും, അത് കഴിഞ്ഞ് 1 ഇവിടെ വന്നു. സോ ഏതാണ് ഏറ്റവും വലുത്, ഏറ്റവും വലുത് ഇങ്ങോട്ടുള്ളത് അല്ലെ, ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഈ ഭാഗത്തേക്ക് വരുന്ന ഇതാണ്, 1 ആണ് ഏറ്റവും ബിഗ്ഗസ്റ്റ്. അതിന് തൊട്ട് താഴെ 0, അതിന് തൊട്ട് താഴെ -1 ആൻഡ് ലാസ്റ്റ് ആണ് -23 വരുന്നത്. ഓക്കെ, യെസ്. സോ അതൊക്കെയായിരുന്നു നമുക്ക് ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ കവർ ചെയ്യാണ്ടായിരുന്നത് അല്ലെ. നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഇന്റിജേഴ്സിൽ ഏതാണ് സ്മോളസ്റ്റ് എന്ന് കണ്ടു, ബിഗ്ഗസ്റ്റ് ഏതാണെന്ന് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ 2 നമ്പറുകൾ ആഡ് ചെയ്താൽ ഒരു നെഗറ്റീവ് നമ്പർ വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഏത് നമ്പറുകളാണ് ആഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടു. സിമിലർ ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടു. സോ നിങ്ങൾക്ക് ഇനിയും ഇന്റിജേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലെ വേറെ ഏതെങ്കിലും ടോപ്പിക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും അത് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, സോ NSMCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം അല്ലെ. സോ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 10 ഒക്ടോബർ ആണ്. സോ മറക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ മറന്നു പോകരുത്. സോ NSMC എന്തിനാണ് നടത്തുന്നത്, നിങ്ങളെ പോലെയുള്ള മിടുക്കരായിട്ടുള്ള സയൻസിലും മാത്സിലൊക്കെ മിടുക്കരായ കുട്ടികൾക്ക് കമ്പീറ്റ് ചെയ്യാൻ, ഇന്ത്യയിൽ ഒട്ടാകെയാണ് നമ്മൾ നടത്തുന്നത്. സോ നിങ്ങളെ പോലെ തന്നെ നന്നായിട്ട് ഇതിലൊക്കെ നല്ല മിടുക്കരായിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളോട് കമ്പീറ്റ് ചെയ്യാനും നല്ല അടിപൊളി ക്യാഷ് പ്രൈസുകളും സ്കോളർഷിപ്സ് ഒക്കെ നിങ്ങൾക്ക് അവെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ NSMC എഴുതാൻ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ തീർച്ചയായും ഇതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യുക ആൻഡ് ഡു വാച്ച് ആ വീഡിയോസ്. ഓക്കെ, thank you so much for watching. Bye bye.